ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേതൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ റഷ്യൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഞാനൊരു ചെറിയ പീസ് അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ഓയിൽ എടുക്കാം, പക്ഷേ ബട്ടറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി ഇട്ടിട്ട് എല്ലാം കൂടി ചതച്ചിട്ട് ഇതുപോലെ ബട്ടറിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ക്യാപ്സിക്കം ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഓവർ സോഫ്റ്റ് ആവൊന്നും വേണ്ട, ഒരു പകുതി വേവിലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ വെജീസൊക്കെ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക. അത് പൊടി നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പാലൊന്ന് നല്ലപോലെ തിക്കായി വരും കേട്ടോ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ. ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ, കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കരുത്, ഇങ്ങനെ തന്നെ എടുക്കണേ. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസ് ഇതുപോലെ ഇളക്കി ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് തിക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് തിക്കായി ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കട്ടെ, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, പാനിൽ നല്ല ഒന്ന് വിട്ട് വരുന്ന നല്ലൊരു തിക്കായിട്ടുള്ള പരുവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണേ. ആ ഒരു സമയത്ത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. അഥവാ ഇതുപോലെ ഇപ്പം ഞാൻ കുറച്ച് കയ്യിൽ ഓയിൽ തടവിയിട്ടാണ് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത്. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്ന പരിവാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ഒട്ടിക്കിട്ടുന്ന പരിവാങ്ങ് മാറി കിട്ടിക്കോളും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അങ്ങനെ ഇതാ എൻ്റെ ഈ ഒരു രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ടിലോ എങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. കട്ട്ലേറ്റ് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെ ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ അളവിൽ എനിക്ക് ഇത്ര കട്ട്ലേറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1-2 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ റഷ്യൻ കട്ട്ലേറ്റിൽ നമ്മൾ സേമിയാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ വാങ്ങിക്കുമ്പോൾ നല്ല നീര് സേമിയ കിട്ടാനുണ്ടല്ലോ, അതാണേ വേണ്ടത്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ. ഇനിയിപ്പോൾ ഓരോ കട്ട്ലേറ്റ് എടുക്കുക, നമ്മുടെ മുട്ടയുടെ മിക്സിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എല്ലാ സൈഡിൽ എത്തുന്ന രീതിയിൽ. എന്നിട്ട് സേമിയയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചു കിട്ടിക്കോളും കേട്ടോ. സേമിയ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നമോ ഒന്നും. അതുപോലെ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മിക്സിൽ ചെയ്തെടുക്കുന്ന താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് പച്ചവെള്ളത്തിൽ ഓവർ ലൂസും ഓവർ തിക്കും അല്ലാതെ മാവാക്കി മാറ്റിയെടുത്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതിയിട്ട്. എന്നിട്ട് ഇതുപോലെ സേമിയ കോട്ട് ചെയ്തെടുത്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നോർമൽ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റഷ്യൻ കട്ട്ലേറ്റ് മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിട്ട്, പുറമേ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോമ്പോറ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്